ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. തനി നാടൻ ചിക്കൻ കറി. ഇത് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ തക്കാളി, ടൊമാറ്റോ യൂസ് ചെയ്യണേ ഇല്ല. പണ്ടത്തെ കാലത്തൊക്കെ നാട്ടിൽ ടൊമാറ്റോ യൂസ് ചെയ്യാണ്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കാറ്. ആ ഒരു പഴമ, ആ ഒരു രീതിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ പ്രഷർ കുക്കർ യൂസ് ചെയ്യണില്ല. പതുക്കെ അടുപ്പത്ത് ഉരുളിക്കകത്ത് ആണ് ഈ ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യണത്. അപ്പം നമുക്ക് നോക്കാം. ഒരു വെളുത്തുള്ളി മുഴുവനോടുകൂടി ഇത് ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അതും ചതച്ചത്, അഞ്ച് സവാള നേരിയതായിട്ട് അരിഞ്ഞത്, ചിക്കൻ തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി 1 കിലോ അല്ലെങ്കിൽ ഒരു കോഴി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, കശ്മീരി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, പിന്നെ ഈ ഹോൾ സ്പൈസസ് ചെറുതായി ചതച്ചത്, 1 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതൊക്കെ ഒന്ന് ചെറുതായി കല്ലുമ്മ ചതച്ചത്, ഒരു കൈ നിറയെ വേപ്പില. ആരോ പറഞ്ഞു വേപ്പില അല്ല കറിവേപ്പിലയാണ്. ഞങ്ങളുടെ വീട്ടിൽ വേപ്പില എന്നാണ് പറയാറ്. പിന്നെ തേങ്ങാക്കൊത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുകയാണെങ്കിൽ എവിടെന്നെങ്കിലും ഒപ്പിക്ക് ഈ കറിക്ക് വേണ്ടി. നല്ല രസമാണ് ഈ കറിക്ക് ചെറിയ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ. വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ ഒരു ചെറിയ നുള്ള്. ഒരു ഉരുളിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകും ഉലുവയും ഇട്ടിട്ട് അത് പൊട്ടിക്കണം. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് ചെറുതായി വഴറ്റുക. ഞാൻ ആദ്യം ഇത്തിരി സവാള ചേർത്ത് പോയി, അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ഇടണത്. ഇതൊന്ന് ചെറുതായി സോഫ്റ്റായി വന്നാൽ മതി. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവൻ ചേർത്ത് നന്നായി വഴറ്റണം. ഇത് നല്ലോണം ഇളക്കി നല്ല ക്ഷമയോടെ നിന്ന് 10-15 മിനിറ്റ് പതുക്കെ ചെറിയ തീ അല്ലെങ്കിൽ മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കണം. പതുക്കെ പതുക്കെ ഇത് നല്ല കട്ടിയുള്ള കൊഴുപ്പുള്ളൊരു വഴറ്റിയ സവാള മിക്സ്ചറാവും. വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഒരിത്തിരി കൂടി സ്പീഡിലാവും കാര്യങ്ങൾ. ഈ പരുവത്തിലാവണം. ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് മൂന്നും ചേർത്ത് നല്ല ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മസാലപ്പൊടികൾ ചേർത്താൽ വലിയ തീയിൽ ഇളക്കരുത്. അതിൻ്റെ മണം പെട്ടെന്ന് മാറിപ്പോവും. ചെറിയ തീയിൽ ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്ന വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിത്തിരി വെള്ളം വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു തവി കൊണ്ട് ആ മസാല ഈ ചിക്കൻ്റെ മുകളിൽ നല്ലോണം പുരട്ടി മിക്സ് ചെയ്ത് കൊടുക്കണം. ചുറ്റും ആ ചിക്കൻ മുഴുവൻ പിടിക്കണ വരെ. ഇനി ഒരു 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം ഒരുപാട് ആവണ്ട ഒഴിച്ചു കൊടുക്കുക. അതും നല്ല തിളപ്പിച്ച ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപ്പും ചേർക്കും. ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കാറ്. ചിക്കനൊന്നും ഇങ്ങനെ കിടക്കാനുള്ള വെള്ളം മതി, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കാരണം ചിക്കനിൽ നിന്ന് ഇനിയും വെള്ളം വരാനുണ്ട്.
ഉപ്പും ചേർത്ത് ഈ ചാറൊന്ന് തിളച്ച് കഴിയുമ്പോൾ ആ ചതച്ചു വെച്ചേക്കണ ഹോൾ സ്പൈസസ് ഇപ്പോൾ ചേർക്കാം. ഇത് മുകളിൽ ചേർത്താൽ മതി, ഇളക്കി കൊടുക്കണ്ട. ഇനി ഉള്ളിൽ ലിഡ് കൊണ്ട് മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ഈ ചാറും കൊണ്ട് വേവിക്കണം. ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇത് തുറന്നു നോക്കിയപ്പോൾ നല്ല രസമുള്ള മണമാണ്. വീട്ടിലുള്ള എല്ലാവരും ഓടി വരും, എന്താ കഴിക്കാനുള്ളതെന്നും ചോദിച്ചിട്ടുണ്ട്. റെഡി ആയിട്ടില്ല കേട്ടോ, 2-3 സംഭവങ്ങളും കൂടി ഉണ്ട്. നമ്മൾ വേപ്പിലയും തേങ്ങാക്കൊത്തും ഇപ്പം ചേർത്തിട്ട് പിന്നെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി വേവിക്കണം. കൊതി തോന്നുന്നുണ്ടോ? നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ കറി? ഏറ്റവും അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം മുകളിൽ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോ പറ്റണമെങ്കിൽ അരമണിക്കൂർ വരെ അത് മൂടി വെക്കാം. ഇത് ചെയ്യുമ്പോൾ ടേസ്റ്റും കൂടും, ആ കളറ് നല്ല ഒരു ഡീപ്പ് റെഡ് കളർ ആവുകയും ചെയ്യും. നെയ്ച്ചോറോ ചോറോ എന്തെങ്കിലും കൂട്ടി കഴിച്ചു നോക്കണം കേട്ടോ. ഇതെൻ്റെ ഒരു പഴയ വീഡിയോ ആണ്. ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങിയ കാലത്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി ഇത്തിരി മോശമാണ്. ഇനിയും റെസിപ്പീസ് മലയാളത്തിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.